ആദർശ് പ്ലാൻ ചെയ്യാണ് നയന എങ്ങനെയും സ്വന്തമായിട്ട് തന്നെ ഇവിടുന്ന് ഇറങ്ങിപ്പോണമെന്ന്. അതിനു വേണ്ടിയിട്ട് തനിക്ക് മറ്റൊരു ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും നയന ഇവിടുന്ന് പോകുമെന്ന് ആദർശിനറിയാലോ. മറ്റെന്തും ഒരു പെണ്ണ് സഹിക്കും, എന്നാൽ തന്റെ ഭർത്താവിന് മറ്റൊരു ഭാര്യയുമായിട്ടൊരു ബന്ധമുണ്ടെന്ന് അറിഞ്ഞാൽ ഒരാൾക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് അറിഞ്ഞുകൊണ്ട് ആദർശ് അങ്ങനെ ഒരു കടുങ്കൈ ചെയ്യാനട്ടോ. ഓഫീസിൽ ചെന്നിട്ട് ഒരു പെൺകുട്ടിയോട് പറയുന്നുണ്ട്, ഞാന് ഇതുപോലെ നമുക്ക് അഭിനയിക്കാം, അവളെ എങ്ങനെ അവൾക്ക് പൊസസീവ്നെസ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണെന്നാണ് കേട്ടോ ആ പെണ്ണോട് പറയുന്നത്. അല്ലാതെ നയനോടൊന്ന് പോകാൻ വേണ്ടിയിട്ടാണെന്നൊന്നും പറയുന്നില്ല. നയനയുമായിട്ട് ചെറിയ ദേഷ്യം പിടിപ്പിക്കാനാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ കുട്ടിയുമായിട്ട് ഒരു അഫെയർ ഉള്ള പോലൊക്കെ അഭിനയിക്കുന്നത്. നയനയാണെങ്കിലോ ഡിസൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് കമ്പനിയിലേക്ക് വരുന്നുണ്ട്. ഈ സമയം കാണുന്നത് ക്യാബിനില് ആദർശ് ഡെസ്കിലിരിക്കുകയും ആ പെൺകുട്ടി താഴെ ഇങ്ങനെ കസേരയിൽ ഇരുത്തിക്കൊണ്ട് വർത്താനം പറഞ്ഞതൊക്കെയാണ് കേട്ടോ. അപ്പോഴേക്കും നയന ഇത് കണ്ടിട്ട് ഒന്ന് ഷോക്ക് ആവുന്നുണ്ട്. നയന ഡോറിന്റെ വാതിൽക്ക് വന്ന് ഡോർ ഇങ്ങനെ മുട്ടുന്നുണ്ട് കേട്ടോ. നയന വരുന്നുണ്ടെന്ന് ആദർശ് CCTV വഴി കണ്ടതിന് ശേഷമാണ് കേട്ടോ ഈ പെണ്ണെ ഇങ്ങോട്ട് വിളിച്ചു കയറ്റിയത്. അങ്ങനെ ആദർശ് എന്നാൽ നീ പൊയ്ക്കോന്നും പറഞ്ഞിട്ട് ആ പെണ്ണ് പറഞ്ഞയക്കുന്നുണ്ട്. എന്നിട്ട് നയന അകത്തേക്ക് കയറി വന്നിട്ട്, ഇന്ന് ആദർശേട്ടാ ഫുഡ് കഴിക്കുമെന്ന് പറയുമ്പോഴേക്കും അവിടെ വെച്ചേരെ ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് പറയാണ്. അല്ല, നിർബന്ധമായിട്ട് കഴിക്കണമെന്ന് പറയുമ്പോൾ നിന്നോട് പോവാനല്ലേ പറഞ്ഞത്, എനിക്ക് കുറച്ച് സമാധാനം താന്നും പറഞ്ഞിട്ട് ആദർശ് അവളെ ഇറക്കി ഇടുന്നുണ്ട് കേട്ടോ. നയനപ്പം സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് വെളിയിലേക്ക് ഇറങ്ങുകയാണ്. ശരിക്കും ആദർശേട്ടനും ആ പെണ്ണും തമ്മിൽ എന്തെങ്കിലും ബന്ധം കാണോ? കാണില്ലായിരിക്കും. എന്തെങ്കിലും ഡിസൈൻ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയായിരിക്കും ആദർശേട്ടൻ അങ്ങനെ ഇരുന്നത് എന്ന് ആലോചിച്ചുകൊണ്ട് നയന വീണ്ടും അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നയന അവളുടെ സീറ്റിലേക്ക് പോയിരുന്നിട്ട് ഡിസൈനൊക്കെ വരയ്ക്കുകയാണ്. നയനയെ ഡിസൈനർ ഹെഡായിട്ട് മുത്തശ്ശൻ അവിടെ നിയമിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവിടെ ഉള്ളതിനെ മറ്റൊരു പെൺകുട്ടിയായിട്ടാണ് ആദർശ് ഇങ്ങനെ അഫെയർ പോലെ കാണിക്കുന്നത്. അങ്ങനെ നയന ഡിസൈനൊക്കെ വരച്ചോണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഫോൺ വിളിച്ചിട്ട് ഇങ്ങനെ ഓഫീസ് ഫോണിൽ തന്നെ വിളിച്ചിട്ട് ആദർശ് ആ പെണ്ണോട് കയറി വരാൻ പറയുന്നു. അങ്ങനെ നയനയെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ പെണ്ണ് അകത്തേക്ക് കയറി ചെല്ലുകയാണ്. അപ്പോഴേക്കും ആദർശ് ഡോറ് അടയ്ക്കുന്നു. ഇത് കണ്ട് നയന ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ അകത്തേക്ക് ചെല്ലുമ്പോ ആദർശ് അവള് നോക്കുന്നുണ്ടോ? അപ്പൊ ആ പെണ്ണ് പറയണം, നോക്കുന്നുണ്ട് സാർ, ഇതൊക്കെ വളരെ മോശമായ കാര്യമാണ്, എന്റെയും പേര് നശിക്കും ഈ കമ്പനിയിലും. ഇതിപ്പം ആരിലൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് എന്റെ വീട്ടിലറിഞ്ഞാൽ എനിക്ക് നാണക്കേടാ. മാത്രമല്ല സാർ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ഭാര്യയുടെ ദേഷ്യം ഉണ്ടെങ്കിൽ ഇങ്ങനെയാണോ വീട്ടേണ്ടത്? ഒരു ഭാര്യയ്ക്കും ഇത് സഹിക്കാനാവില്ല, അതുകൊണ്ട് ഇങ്ങനെ മാത്രം ചെയ്യില്ലേ സാർ എന്ന് പറയുമ്പോൾ ഒന്നും താൻ അന്വേഷിക്കണ്ട, തന്നോട് പറഞ്ഞു ചെയ്താൽ മതി, ഞാൻ തന്നെ മറ്റു രീതിയിൽ ഇറിറ്റേറ്റ് ചെയ്യുന്നില്ലല്ലോ, തന്റെ ദേഹത്തോളം തൊടുന്നില്ല, പിന്നെ തനിക്കെന്താ പ്രശ്നം എന്ന് അവളോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. എങ്കിലും ഇതെന്തോ എനിക്ക് അങ്ങോട്ട് അഡ്ജസ്റ്റബിൾ ആകുന്നില്ല എന്ന് പറയുമ്പോൾ അതൊന്നും താൻ ആലോചിക്കണ്ട എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നയന അകത്തേക്ക് വരുമ്പം ആദർശ് ഇങ്ങനെ അങ്ങോട്ടേക്ക് തിരിഞ്ഞ് അവളെ കെട്ടിപ്പിടിക്കുന്ന രീതിയിൽ നിൽക്കുന്ന പോലെ കാണിക്കാനുണ്ടോ. ശരിക്കും ആ പെണ്ണിന്റെ ദേഹത്ത് തൊട്ടിട്ടില്ല, പക്ഷെങ്കിൽ അങ്ങനെ പൊസിഷനിൽ ആദർശ് നിൽക്കാണ്. നയന അപ്പോഴേക്കും അകത്തേക്ക് ഇങ്ങനെ ഓർക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. അങ്ങനെ നയന അകത്തേക്ക് കയറി വന്ന് നോക്കുമ്പോഴേക്കും ഇവരിങ്ങനെ നിൽക്കുന്നത് കാണുകയാണ്. അങ്ങനെ പെട്ടെന്ന് ഡോർ അടിച്ചിട്ട് നയനെ കരഞ്ഞുകൊണ്ട് വെളിയിലേക്ക് ഇറങ്ങി ഓടുന്നുണ്ട് കേട്ടോ. അപ്പൊ നയന ഇറങ്ങി പോകുന്ന കാര്യം ആദർശ് എന്നെ നോക്കുകയാണ്. അപ്പോഴേക്കും ആ പെണ്ണ് പറയുന്നുണ്ട്, സാർ ഇത് സീരിയസ് ആവുമെന്ന് തോന്നുന്നു, മേഡം കണ്ടില്ലേ കരഞ്ഞോണ്ട് ഇറങ്ങി പോയത്, ഇനി ഇത് പ്രശ്നമാവും, സാറ് പോയിട്ട് കാര്യം പറ, പിണക്കൊക്കെ തീർക്കെന്ന് പറയുമ്പോൾ ഞാൻ തീർത്തോളാന്ന് പറഞ്ഞിട്ട് ആ പെണ്ണിനെ ആദർശ് പറഞ്ഞു വിടുന്നുണ്ട്. എന്നാൽ ആദർശിന്റെ മനസ്സിൽ എങ്ങനെയെങ്കിലും മനസ്സ് മടിച്ചവളോടൊന്ന് പോട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാണ് കേട്ടോ. അങ്ങനെ കരഞ്ഞോണ്ട് നയന രാത്രി വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. വൈകുന്നേരം ഓഫീസിന് ശേഷം വീട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പോഴേക്കും അവിടെ മുത്തശ്ശി ഉണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ നയന സങ്കടപ്പെട്ട മുറിയിലേക്ക് പോകുന്ന മുത്തശ്ശി കാണുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശി പോയിട്ട് ചോദിക്കുകയാണ്, നയന മോളെ എന്താ എന്താ പറ്റിയേ? മോടെ മോഹം ആകെപ്പാടെ കലങ്ങിയിരിക്കുകയാണല്ലോ. ഒന്നുമില്ല മുത്തശ്ശി, നല്ല തലവേദന. അപ്പോഴേക്കും മുത്തശ്ശി പറയാണ്, എന്തിനാ മുത്തശ്ശിയോട് കള്ളത്തരം പറഞ്ഞേ? മോള് സത്യം പറഞ്ഞെന്ന് പറയുമ്പോൾ അവിടെ നടന്ന സംഭവങ്ങളെല്ലാം നയന ഇങ്ങനെ മുത്തശ്ശിയോട് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശി പറയാണ്, മോൾ ആദർശിനെ കുറിച്ച് തെറ്റിദ്ധരിച്ചിരിക്കുക, ആദർശിന് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല, അവൻ അത്രയ്ക്കും പത്തരം മാറ്റി തങ്കവാ എന്ന് പറയുമ്പോഴേക്കും, അല്ല മുത്തശ്ശി, ഞാനിന്ന് കണ്ടതാ ഓഫീസിൽ വെച്ച്, ഒരു തവണയാണെങ്കിൽ എന്റെ തെറ്റിദ്ധാരണ കരുതാമായിരുന്നു, അവര് കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് ഞാൻ കണ്ടതാ മുത്തശ്ശി എന്ന് പറയണം. അതും അവളെ പേഴ്സണലായിട്ട് ഓഫീസ് മുറിയിലേക്ക് വിളിച്ചിട്ട് ഡോറ് അടച്ചിട്ടാ ആദർശേട്ടൻ കെട്ടിപ്പിടിച്ചതെന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശി പറയാണ്, എനിക്കൊരു ഡൗട്ട് തോന്നുന്നു, ഇതൊരു പക്ഷേ നിന്നെ പൊസസീവ്നെസ് കാണിക്കാൻ വേണ്ടിട്ടാണോ? നയന ഒരിക്കലും ആയിരിക്കില്ല. അപ്പം മുത്തശ്ശി പറയാണ്, എടി പുട്ടത്തി, ആരെങ്കിലും സ്വന്തം ഭാര്യയുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കുവോ? അപ്പം മനഃപൂർവ്വം നിന്റെ മുമ്പിൽ വെച്ച് ഇങ്ങനെ കാണിക്കണമെന്നുണ്ടെങ്കിൽ അത് നിന്നെ ഒന്ന് ഇതാക്കാൻ വേണ്ടിട്ടായിരിക്കും, നിന്നെ ഒന്ന് കളിപ്പിക്കാൻ വേണ്ടിയായിരിക്കും. അപ്പൊ നീയും അതേ നാണിൽ തിരിച്ചടയ്ക്കണം. അപ്പോഴേക്കും നയന ചോദിക്കുകയാണ്, എന്താ മുത്തശ്ശി പറഞ്ഞേ? ഞാൻ ആ നാണത്തിന് തിരിച്ചടയ്ക്കാനോ? എനിക്ക് മനസ്സിലാവുന്നില്ല. അതേടി, അതായത് അവനിപ്പോ നിന്നെ ശ്രമിക്കുന്നത് അവനെങ്കിൽ മറ്റൊരു പെണ്ണിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് നിന്റെ മനസ്സിൽ പൊസസീവ്നെസ് വർക്കൗട്ട് ചെയ്യാനല്ലേ ശ്രമിക്കുന്നേ? അതേപോലെ നീയും അങ്ങോട്ട് പെരുമാറ്. നയന, എന്താ മുത്തശ്ശി പറഞ്ഞേ? ഇതൊക്കെ വർക്കൗട്ട് ആവോ? ഇത് അവസാനം വലിയ പ്രശ്നം ഉണ്ടാകത്തേ ഉള്ളൂ. അത് ഞാൻ എന്ത് ചെയ്യാനാ ചോദിക്കാണ്. അല്ല, നിനക്കൊരു മുറച്ചിറക്കനില്ലേ, അവനെ നമുക്ക് ഇങ്ങോട്ട് ലാൻഡ് ചെയ്യിപ്പിക്കാം.
അതങ്ങനെ മുത്തശ്ശി അറിഞ്ഞു. അതൊക്കെ ഞാൻ അറിഞ്ഞു. അതെ, നമുക്കൊരു കളി കളിക്കാമെന്ന് പറയാണ്. അങ്ങനെ മുത്തശ്ശിയാണെങ്കിൽ നയനോട് അയാളെ വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് വരാൻ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നയനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ആദർശനോട് രാവിലെ ഓഫീസിൽ പോകാൻ ഇറങ്ങുമ്പോൾ നയന പറയാണ്, ഞാനേ അത്യാവശ്യമായിട്ട് എനിക്കൊരു സ്ഥലം വരെ പോകണം എന്ന് പറയുന്നു. ആ, നീ അതിലേലും പോന്ന് പറഞ്ഞിട്ട് ആദർശ ആ പെണ്ണിനെ ഫോൺ വിളിക്കുന്നവരൊക്കെ അഭിനയിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ആദർശന്റെ മനസ്സിൽ നയനെ ശ്രദ്ധിക്കണമെന്നാണ്. നയനെങ്കിലോ അത് മൈൻഡ് പോലും ചെയ്യുന്നില്ല രീതിയിൽ അഭിനയിക്കുന്നുണ്ട്. ആദർശട്ടാ, ഞാൻ പറഞ്ഞത് കേട്ടല്ലോ, നിങ്ങൾ ഫോൺ വിളിക്കാതിരിക്കോ എന്ന് വെച്ച് ചെയ്തു. ഞാൻ പറഞ്ഞു മനസ്സിലായോ? എന്റെ ഒരു കസിന് നാട്ടിൽ നിന്ന് വരുന്നുണ്ട്, അപ്പം അവനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എയർപോർട്ടിലേക്ക് പോവാ എന്നും പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങിപ്പോന്നു. ഞാൻ ഫോൺ വിളിക്കുന്നതിന് മൈൻഡ് ചെയ്യാതെ ഇവൾ ഇറങ്ങി പോവാണോ എന്നും ആദർശ് സംശയിക്കുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശി പ്ലാൻ ചെയ്തതുപോലെ അയാൾ വരുന്നുണ്ട് കേട്ടോ. അല്ല, ആരാ നിന്റെ വരാൻ പോകുന്ന ആള്? അതിന്റെ മുറച്ചെറുക്കണ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത്. ആ മുറച്ചെറുക്കണോ എന്നിങ്ങനെ ആദർശ് ചോദിക്കുമ്പം അതെ, പണ്ടിനെ വിവാഹം കഴിക്കാനിരുന്ന ആളാ. അതിനിടയിലല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, അതുകൊണ്ടാണ് മുടങ്ങിപ്പോയത്. ഭയങ്കര സുന്ദരനാ, ആ നല്ല കാശുകാരനുമാ. അയാള് വരുന്നുണ്ട്. എന്തായാലും എന്റെ വീട്ടിൽ കുറച്ച് ദിവസം താമസിക്കും. അതുകൊണ്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് കുറച്ച് ദിവസം താമസിക്കാൻ പോവാണെന്ന് പറയുമ്പോഴേക്കും ആദർശ്, ഈശ്വര ഇത് പണിയാവോ എന്ന് ആലോചിക്കുന്നുണ്ട്. അങ്ങനെ നയന ഓഫീസിലേക്ക് അങ്ങനെ പോയി എയർപോർട്ടിലേക്ക് പോകുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ തിരിച്ച് അയാളെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ നയന വീട്ടിൽ വന്ന് എല്ലാവരുടെ അനുവാദം ചോദിക്കുകയാണ്, ഞാൻ പോയിക്കോട്ടെ എന്ന്. അപ്പൊ എല്ലാരും പറയുന്നുണ്ട്, പോയിക്കോളാൻ പറഞ്ഞ് സമ്മതിക്കുന്നുണ്ട്. അപ്പൊ ആദർശ് പറയണ, ഇല്ലില്ല, പറ്റില്ല നയന, നീ ഇവിടെ വേണമെന്ന് പറയുമ്പോഴേക്കും ദേവേനി അവൻ രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട്. അത് പിന്നെ അവളെന്തിനാ ഇപ്പൊ അവിടെ പോയി നിൽക്കേണ്ട ആവശ്യം എന്താ? മോർച്ചേർക്കം വന്നെങ്കിൽ വന്നിട്ട് പോയിക്കോളും. അപ്പോഴേക്കും മുത്തശ്ശൻ ചോദിക്കുകയാണ്, അത് അങ്ങനാണോ ആദർശേ? ഒരാളെ വീട്ടില് കാണാൻ വരുമ്പം അങ്ങോട്ട് ചെന്ന് കാണണ്ടേ? അപ്പോഴേക്കും ആദർശാണ് പറയണ, അല്ലല്ല, ഇങ്ങോട്ടാ വന്ന് കാണേണ്ടത്. അപ്പോഴേക്കും നയനെ പറയണ, ഇങ്ങോട്ട് വരും. അതിനു മുമ്പായിട്ട് എനിക്ക് 2 ദിവസം എന്റെ മുറച്ചറിന്റെ കൂടെ പോയി സ്റ്റേ ചെയ്യണം, എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങോട്ടേക്ക് വരാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആദർശ്, പറ്റില്ല, നീ അവിടെ പോയി നിൽക്കാനേ പറ്റില്ല എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശൻ പറയണം, അതെന്താണ് ആദർശ് പറ്റില്ലാത്തത്? എന്താ, നിനക്ക് വേറെ പ്രശ്നമില്ലുണ്ടോ? ഇല്ല മുത്തശ്ശ, അങ്ങനെയൊന്നും ഇല്ല. നയന നീ പോയിക്കോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നയന പോയതിനു ശേഷം ആദർശനൊരു സമാധാനം ഇല്ല. ആദർശ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഈശ്വര, ഇനി എന്താവും അവസ്ഥ? ഇനി ഞാന് മറ്റേ പെണ്ണിനെ സ്നേഹിക്കുന്നതിനായിട്ട് ഇവളെങ്ങാനും അയാളെ പോയി സ്നേഹിക്കോ? അവളെങ്ങാനും അവന്റെ കൂടെ പോവോ? എന്തായാലും വിവാഹം ഉറപ്പിച്ചിരുന്നവരല്ലേ, ആ ഒരു ഇഷ്ടം മനസ്സിൽ കാണാതിരിക്കുവോ എന്നൊക്കെ ഇങ്ങനെ ആദർശ് ആലോചിക്കുകയാണ്. അങ്ങനെ ഓഫീസിലേക്ക് പോവാണെന്ന് പറഞ്ഞ് പോകുന്ന ആദർശ് നേരെ പോകുന്ന നയന വീട്ടിലേക്കാണ് കേട്ടോ. അങ്ങനെ നയന വീട്ടിലേക്ക് എന്നിട്ട് അയാളുടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴേക്കും ആദർശ് വരുന്നുണ്ട്. നയന മുത്തശ്ശിയുടെ പ്ലാൻ എന്തായാലും ഏറ്റിട്ടുണ്ട് എന്ന് മനസ്സിൽ കരുതാണ്. ഈ സമയത്ത് ആരാ നയന അതെന്ന് ചോദിക്കുമ്പോൾ, ഇതാ എന്റെ ഹസ്ബൻഡ്, മൂർത്തിസ് ജ്വല്ലറിയുടെ MD മിസ്റ്റർ ആദർശ് എന്ന് പറയുമ്പോഴേക്കും ഹായ് ബ്രോ എന്ന് പറഞ്ഞിട്ട് അയാള് കൈയൊക്കെ കൊടുക്കുന്നുണ്ട്. ഇരിക്കട്ടെ. എന്നിട്ട് നയന ഓഫീസിലേക്ക് വരുന്നതിന് ചോദിക്കുമ്പോൾ, എന്താ ആദർശേട്ടാ ഇത്? എന്റെ ചേട്ടൻ വന്നാലേ ഉള്ളൂ, 2 ദിവസം ഇവിടെ നിൽക്കട്ടെ, ഞാൻ ഏട്ടനോട് നിന്നിട്ട് വരുന്നുള്ളൂ എന്ന് പറയാണ്. ആണോ, എങ്ങനെ ഞാനിവിടെ തന്നെ നിൽക്കാം ഇന്ന്? ആദർശേട്ടനോ ഓഫീസിലേക്ക് പോകണ്ടേ? അതൊന്നും സാരയില്ലടോ, ഇന്ന് ഞാൻ എല്ലാം വിളിച്ച് ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാനെന്തായാലും ഇന്ന് തന്നോട് കൂടെ നിൽക്കാൻ പോവാ, തന്റെ പരാതി ഇല്ലാതെ നിൽക്കുന്നില്ല എന്ന്. അപ്പോഴേക്കും ഗോവിന്ദനും കനവും പറയണം, ആണോ മോനെ, ഇത് സന്തോഷമുള്ള കാര്യമാണല്ലോ, എന്തായാലും എല്ലാവർക്കും ഒന്ന് അടിച്ചു പൊളിക്കണം എന്നൊക്കെ എല്ലാവരും പറഞ്ഞു കേട്ടോ. അപ്പൊ ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഉടൻ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മിസ് ആവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.